എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു സ്പെഷ്യൽ ഹായ് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോണത് എന്താണെന്നറിയോ, ഞാൻ ഏറ്റവും പുതുതായിട്ട് തയ്ച്ച ഒരു ഡ്രസ്സാണ് കേട്ടോ. പാർട്ടി വെയർ ഡ്രസ്സാണ്, മോൾക്ക് വേണ്ടിയിട്ട് തയ്ച്ചതാണ്. അപ്പം അതാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഡ്രസ്സ് ഇതൊരു നല്ല ലാവൻഡർ കളറിലുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഒരു പാർട്ടി വെയർ ഗൗണാണ്. നമ്മളിത് പർച്ചേസ് ചെയ്ത് എവിടുന്നാണെന്നറിയോ, കുവൈറ്റിൽ തന്നെ അബ്ബാസി എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് നമ്മളുടെ ഒരു മിനി കേരളം കുവൈറ്റിലെ ഒരു മിനി കേരളം എന്നറിയപ്പെടുന്നതാണ് അബ്ബാസി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യമേ അവിടെ ആയിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നതും. അപ്പം അവിടെ നിന്നായിരുന്നു നമ്മളിത് മെറ്റീരിയൽസ് എല്ലാം പർച്ചേസ് ചെയ്തത്. അപ്പം ആ ഒരു വീഡിയോ നമ്മൾ ഇതിൻ്റെ കൂടുതലൊന്ന് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ മെറ്റീരിയൽസ് ഉണ്ടായിട്ട് ഒത്തിരി നാളായി കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിടത്ത് പോയപ്പോൾ അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാം, എനിക്ക് കണ്ടിഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഒത്തിരി നാളായി എൻ്റെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ അങ്ങോട്ട് തയ്ക്കാനുള്ളൊരു സമയം കിട്ടിയില്ല, തയ്ക്കാനുള്ളൊരു മൂഡും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം 2 ദിവസം മുന്നെയാണ് കേട്ടോ തയ്ച്ചത്. അപ്പോൾ അത് നിങ്ങൾക്കൂടെ കാണിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം പലർക്കും ഈ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരൊക്കെ ഇല്ലേ, പിന്നെ തയ്ക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, അവർക്കൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണെന്നറിയാം. അപ്പം അതുകൊണ്ടാണ് എൻ്റെ ആ ഒരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ ഞാൻ ആ തയ്ച്ച ഡ്രസ്സ് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഒന്ന് പറയണം കേട്ടോ. ഇനിയും ഓരോന്നൊക്കെ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആവില്ലേ. അപ്പം അത് നിങ്ങളെ കാണിക്കാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സന്തോഷമാവും. നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് സന്തോഷമാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ. ഇത് കുറച്ച് നന്നായിട്ട് പഫ് ചെയ്ത് തയ്ച്ച ഡ്രസ്സാണ് കേട്ടോ ഇത്. ഞാൻ ആദ്യമേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പാർട്ടി വെയർ ഡ്രസ്സ് തയ്ച്ച്. ഞാൻ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്തൊരു പാർട്ടി വെയറിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സ് തയ്ച്ച സമയത്ത് എൻ്റെ അടുത്ത് കമൻറ്റായിട്ട് വന്നതാണ് കേട്ടോ. അടിയിൽ സാറ്റിൻ ക്ലോത്ത് ഇടായിരുന്നു, നല്ലതായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ആ പരാതി അങ്ങ് തീർത്തിട്ടുണ്ട്. ഞാൻ ഈ പ്രാവശ്യം സാറ്റിൻ ക്ലോത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അടിയിൽ. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് ശരിക്കും പറഞ്ഞാൽ സാറ്റിൻ ക്ലോത്ത് ആ കളറിൽ അവൈലബിൾ ആയിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് എനിക്കത് ഇടാൻ പറ്റാണ്ട് പോയത്. ഇപ്രാവശ്യം എന്തായാലും സെയിം കളർ തന്നെ കിട്ടിയിട്ടു. നമ്മുടെ നാട്ടിലെ കൂട്ട് അങ്ങനെ പല വെറൈറ്റീസിലുള്ള മെറ്റീരിയൽസ് ഒന്നും ഇവിടെ അവൈലബിൾ അല്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മളിങ്ങനെ തേടി കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് യാദൃശ്ചികമായിട്ട് നമ്മളുടെ കയ്യിൽ പെട്ടുകൊണ്ട് അങ്ങ് വാങ്ങിയതാണ് കേട്ടോ. അല്ലാണ്ട് എന്താ പറയുക, എന്തെങ്കിലും പാർട്ടിക്ക് ഇടാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒന്നും പോയിട്ട് വാങ്ങിയതല്ല. യാദൃശ്ചികമായിട്ട് കിട്ടിയ ഡ്രസ് മെറ്റീരിയലാണ്. അപ്പം അതാണ് ഇത്രയും വൈകിയത് തയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ തയ്ച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൈ ഞാൻ സ്ലീവ്ലെസ് മാറ്റി പഫ് കൈ ചെയ്യാം എന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ ഞാനത് ഒഴിവാക്കിയിട്ട് സ്ലീവ്ലെസ് ആക്കി കൈ. പിന്നെ ബാക്കിൽ സിപ്പാണ് വെച്ചേക്കുന്നത്. ബാക്കിൽ സിപ്പ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ നന്നായിട്ട് പഫ് ചെയ്ത കേട്ടോ തയ്ച്ചേക്കുന്നത്. നന്നായിട്ട് പഫ് ചെയ്താൽ തയ്ച്ചേക്കുന്നത്. ഇത് ആദ്യത്തെ ഒരു ലെയർ വരുന്നുണ്ട്. പിന്നെയും ഒരു ലെയർ നെറ്റ് വരുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ സാറ്റിൻ ക്ലോത്ത് ഇട്ടിട്ടുണ്ട്. അതിന് ഏറ്റവും അടിയിൽ ഒരു കോട്ടൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഈ കോട്ടൻ്റെ ലൈനിങ് ഒരല്പം കട്ടിയുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാറ്റിൻ ക്ലോത്തിന് എനിക്ക് നമ്മളുടെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന സാറ്റിൻ ക്ലോത്തിന് ഒരു ചെറിയൊരു കട്ടി ഉണ്ടാവില്ലേ, അപ്പം അത്രയും കട്ടി എനിക്ക് തോന്നിയില്ല. അപ്പം അതുകൊണ്ട് ഇത് കണ്ടോ, ഒരല്പം ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പം അത്രയും കട്ടി എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇനിയിപ്പം ഇടുമ്പം അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഒട്ടിക്കിടന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു അല്പം കട്ടിയുള്ള, ഒത്തിരി കട്ടിയില്ല എന്നാലും ഒരു ശകലം കട്ടിയുള്ള ഒരു ലൈനിങ് ക്ലോത്ത് ഞാൻ വൈറ്റ് കളർ ഇട്ടത്. പിന്നെ വിചാരിച്ചു അത് വേണ്ടായിരുന്നു എന്ന്.
കാരണം പഫ്നെസ് നന്നായിട്ട് വരുന്നുണ്ട്. അത് ലൈനിങ്ങിന് ഒരു കട്ടി ഇല്ലെങ്കിലും പഫ്നെസ് നന്നായിട്ട് വരുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല. ഇതൊരു എന്താ പറയുക, ഇത്തിരി ഹെവിയാണ്. ഇത്തിരി ഹെവി എന്ന് പറയുമ്പം നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ ഇടാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ബാക്കിൽ എന്താ പറയുക, വള്ളിയൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ബാക്കിൽ വള്ളിയൊന്നും കൊടുത്തിട്ടില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് വേറെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. ഇത്രയേ ഉള്ളൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇല്ലയെന്നൊന്ന് പറയണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഓരോ വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളുടെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ടാറ്റാ ബൈ ബൈ. सचिन कितने मीटर मुंह तो क्या कितने मीटर वो इसके अंदर 1 मीटर काफी है. ओके अच्छा Hadi ya. बस Çok olmazsa bir yönde kalın işi. Anladım. 1 मीटर ले